ജയ്പൂരിന്റെ മണ്ണിൽ പഞ്ചാബ് പടയുടെ ത്രില്ലർ പോര്. പിങ്ക് സിറ്റിയിൽ രാജസ്ഥാന്റെ കണ്ണീർ കഥയ്ക്കിവിടെയും അവസാനമില്ല. അവസാന നാലിലേക്ക് പഞ്ചാബിനിതും കടക്കണമായിരുന്നു. വർഷങ്ങളുടെ കിരീടദാഹം ഊതിപ്പെരിപ്പിച്ച പോരാളികൾക്ക് ഇവിടെ വീഴാനാവില്ലല്ലോ. തകർന്നു തുടങ്ങിയവർ വിജയവഴി വെട്ടിയൊരു തിരിച്ചുവരവാണ്. വർഷങ്ങളുടെ പഞ്ചാബിന് ത്രില്ലടിപ്പിച്ചു മടങ്ങിയ ചരിത്രം മാത്രമാണ് അവശേഷിപ്പെങ്കിൽ ഇത്തവണ അയ്യർക്ക് പിന്നിൽ എന്തിനും പോന്നവരാണ്. പ്രിയൻഷും പ്രഭ്സിമ്രാനും ഓവനും വീണിട്ടും തളരാത്തൊരു പോരാളി വധേരയാണ് വഴികാട്ടിയത്. രാജസ്ഥാന്റെ ആശ്വാസ ജയപ്രതീക്ഷകളെ തച്ചുടച്ചയാൾ ജയ്പൂരിൽ സിക്സർ പൂരമൊരുക്കി. 70 റൺസുകൾ പിറന്ന ബാച്ചിൽ വിജയമോഹം പൂവിട്ടു. ഒടുവിൽ ലേലത്തിൽ ആളുമാറിയെത്തി ടീമിന്റെ തലവര മാറ്റിയ ശശാങ്ക് സിംഗിന്റെ ത്രസിപ്പിച്ചൊരു ഇന്നിംഗ്സാണ്. 200 കടക്കുക സ്വപ്നങ്ങളിൽ അവശേഷിക്കുമെന്ന വിധിയെഴുത്തത് അപ്രസക്തമായി. അയ്യരുടെ 30 ചേർന്നപ്പോൾ 219 കൊണ്ട് ഉയരെ ഉയരെ ലക്ഷ്യം കുറിച്ചു. ഇനിയാണ് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരുടെ കണ്ണും മനസ്സും നിറച്ചൊരു വല്ലാത്ത തുടക്കം. 14ന്റെ ആ കൗമാരക്കാരൻ വൈഭവ് വീണ്ടും തീർത്തത് അത്ഭുതത്തിന്റെ നേർക്കാഴ്ച തന്നെ. ജയ്സ്വാൾ വൈഭവ് സഖ്യം കൊടുങ്കാറ്റായപ്പോൾ പഞ്ചാബിന്റെ വജ്രായുധം അർഷദീപ് വരെ ലക്ഷ്യമില്ലാതെ അലയുന്ന കാഴ്ച. ഓവർ 4-ൽ പിന്നിട്ടത് 70 റൺസുകളെങ്കിൽ ഇമ്പാക്ട് ഹർപ്രീത് ബ്രാറിലൂടെ 40-മായി വൈഭവ് വീണു. അയാൾ കൊയ്തെടുത്ത വിക്കറ്റ് 3-കൾ പഞ്ചാബിനെ നയിച്ചത് ജയത്തിലേക്കാണ്. അർദ്ധശതകവുമായി ജയ്സ്വാളും വീണതോടെ പതിവ് കാഴ്ചകൾ ഒരിക്കൽ കൂടി രാജസ്ഥാന്റെ മണ്ണിൽ തനിയാവർത്തനം. സഞ്ജുവും പരാഗും പൊരുതാതെ മടങ്ങിയപ്പോൾ അർദ്ധശതകവുമായി ജുറേലിന്റെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടം. പക്ഷേ പടിക്കൽ കലമുടയ്ക്കുന്ന പതിവ് പല്ലവിക്ക് മാറ്റമില്ലാതെ 10 റൺസുകൾ അകലെ രാജസ്ഥാൻ നിരാശയിൽ കൂടണഞ്ഞു. ഗ്യാലറിയിൽ പ്രീതി സിന്ധയുടെ മുഖത്ത് വിജയാഘോഷത്തിന്റെ നിലാവുദിച്ചു. പോയിന്റ് ടേബിളിൽ കുതിച്ചുയർന്ന് പഞ്ചാബിന്റെ തിരിച്ചുവരവാണിത്. കലാശപ്പൂരത്തിലേക്ക് ക്രിക്കറ്റ് ആസ്വാദനം വഴിമാറുകയാണ്. നിർഭാഗ്യത്തിന്റെ ഭൂതകാലത്തിനിപ്പുറം സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി കടന്ന് പഞ്ചാബിന്റെ പടയോട്ടം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.